ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി സമയം കളയാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതും അതുപോലെ വളരെ രുചിയായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നോർമൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടി കൂടെ മിക്സ് ചെയ്തത്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1/2 കിലോ ചിക്കൻ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് 20 മിനിറ്റ് നേരം ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ ഏതെങ്കിലും എടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ 2 സവാള, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് 1.5 ടീസ്പൂൺ വെച്ച്, 1.5 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും. ഇതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ മസാല. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മൂപ്പിച്ചെടുത്ത മല്ലിപ്പൊടി, ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിലെ പൊടിച്ച ഗരം മസാല. ഇത് കുറച്ച് കറിവേപ്പില. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ചെയ്ത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.